കോഴിക്കോട് മാവൂരിൽ സഹോദരങ്ങളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവിന്റെ മകനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊടിയത്തൂർ പഴംപറമ്പ് സ്വദേശി ഇർഫാനെ കണ്ടെത്താനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് മെമ്പർ ആയിഷ ചേലപ്പുറത്തിന്റെ മകനാണ് പ്രതിയായ ഇർഫാൻ. വിവരങ്ങളുമായി എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ലതീഷ്, ഗുഡ് മോർണിംഗ്. വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് സഹോദരങ്ങളെ. അതിലാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ മകൻ പ്രതിയായി നിൽക്കുന്നത്. ഈ സംഭവം എന്താണ്? പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, ഗുഡ് മോർണിംഗ്. ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത് വലിയ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് എന്ന് തന്നെ പറയാം. കാരണം ബൈക്കിൽ 2 സഹോദരങ്ങൾ വരുന്നു. കാറിൽ പ്രതി സഞ്ചരിക്കുന്ന കാറ് മുന്നിൽ കണ്ടതോടുകൂടി ബൈക്ക് അവർ അവിടെ നിർത്തുന്നു, റോഡിൽ തന്നെ നിർത്തുന്നു, തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ബൈക്ക് നിർത്തിയ ഉടൻ തന്നെ കാറ് അമിത വേഗതയിലെത്തിയ കാറ് ഈ ബൈക്കിനെയും 2 സഹോദരങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. എന്തായാലും ഗുരുതരമായി പരുക്കേറ്റ 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൻസീഫ് എന്ന് പറയുന്ന ഈ പരുക്കേറ്റ അല്ലെങ്കിൽ ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന 2 സഹോദരങ്ങളുടെ മറ്റൊരു സഹോദരനെ അന്വേഷിച്ചാണ് ഇർഫാൻ, മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ മകൻ കൂടിയായ ഇർഫാൻ വീട്ടിലെത്തുന്നത്. ഇവർ സമീപ പ്രദേശത്തുകാർ തന്നെയാണ്. അവിടെ വെച്ച് തൻസീഫിനെ ഇർഫാൻ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നു. പരിക്കേറ്റ തൻസീഫിനെ ഇർഫാൻ തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും വാഹനം പാർക്ക് ചെയ്ത ശേഷം തിരിച്ചെത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഇർഫാൻ രക്ഷപ്പെടുന്നത്. ഇതറിഞ്ഞാണ്, സഹോദരനെ മർദ്ദിച്ചത് അറിഞ്ഞാണ് ഈ മറ്റു 2 സഹോദരങ്ങൾ ബൈക്കിൽ ഇർഫാനെ തേടി വരുന്നത്. അവരുടെ കയ്യിൽ ഒരു വടിയുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ആ ഘട്ടത്തിലാണ് ഈ വഴിയിൽ വെച്ച് ഇവർ മുഖാമുഖം കാണുന്നതും ബൈക്ക് റോഡിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഇർഫാനെ തടഞ്ഞു നിർത്താനും ആക്രമിക്കാനും എല്ലാം മുതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാർ ഇടിപ്പിച്ച് ഈ 2 സഹോദരങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് മാവൂർ പോലീസ്. വധശ്രമത്തിനും ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് മർദ്ദിച്ചതിനുമടക്കം ഉള്ള വകുപ്പുകൾ ചേർത്ത് മാവൂർ പോലീസ് ഇർഫാനെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രാദേശികമായി ചില സഹായങ്ങൾ ഇർഫാന് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഉൾപ്പെടെ ലഭിച്ചുവെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ കുറച്ചുപേരെ ഇർഫാനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ മാവൂർ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇർഫാനായുള്ള അന്വേഷണം തുടരുന്നു. ഇർഫാൻ സ്ഥലം വിടും അല്ലെങ്കിൽ രാജ്യം വിടാൻ അടക്കമുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മാവൂർ CI അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇർഫാനെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 സഹോദരങ്ങളും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും അതേപോലെ തന്നെ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മനു, ശരി. ഏതായാലും ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും കുടിപ്പകയുടെ കാര്യം അല്ലെങ്കിൽ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്ന സംശയമാണോ അന്വേഷണ സംഘത്തിനുള്ളത്? ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള റാക്കറ്റുകളുടെയൊക്കെ ഭാഗമാണ് എന്ന സംശയമുണ്ടോ? തൻസീഫും ഇർഫാനും, അതായത് തൻസീഫിൻ്റെ വീട്ടിലെത്തിയാണ് ഇർഫാൻ തൻസീഫിനെ മർദ്ദിക്കുന്നത്. അത് ചോദിക്കാൻ ഇറങ്ങിത്തിരിച്ച 2 സഹോദരങ്ങൾക്കെതിരെയാണ് വാഹനം ഇടിപ്പിച്ച് അവരെ കൊലപ്പെടുത്താനുള്ളൊരു നീക്കം ഇർഫാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇർഫാനും തൻസീഫും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ഈ യുവാക്കൾക്കിടയിൽ ഉണ്ടായതെന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒക്കെ ഉള്ള അപ്പോൾ ആ സാമ്പത്തിക ഇടപാടിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് പിടുത്തം കിട്ടുകയുള്ളൂ. അല്ലേ ലതീഷ്? തീർച്ചയായും സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിലുണ്ട്. തൻസീഫും ഇർഫാനും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട്. അത് ചോദിക്കാനാണ് തൻസീഫിൻ്റെ വീട്ടിൽ ഇർഫാൻ എത്തുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ചില വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇർഫാൻ തൻസീഫിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ നിലയിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക ഇടപാട് എന്തിൻ്റെ പേരിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ
പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാകുമ്പോൾ അത് ഈ തരത്തിലുള്ള ലഹരി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിച്ചേർന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. മനു. ശരി ലതീഷ്, ഓക്കെ, താങ്ക് യു. ലതീഷാണ് നമുക്ക് കോഴിക്കോട് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിലെ വിശദമായ വസ്തുതകൾ പരിശോധിക്കുകയാണ് പോലീസ്. ഏതായാലും മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ്. അയാൾക്ക് വേണ്ടി ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് പോലീസ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.